സ്വന്തം ആവശ്യത്തിനായിട്ട് ഇതിൻ്റെ ഓണർ ട്രഡീഷണൽ രീതിയിൽ നിർമ്മിച്ച ആ ഒരു ട്രഡീഷണൽ ഡിസൈനിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു വീടാണ് ഇന്ന് വിൽപ്പനയ്ക്കുള്ളത്. നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത് 4 സെൻറ്റിൽ 2100 സ്ക്വയർ ഫീറ്റ് വരുന്ന 3 ബെഡ്റൂം വീടാണ്. പ്രോപ്പർട്ടി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് തിരുവനന്തപുരം പൂങ്കുളത്തിന് സമീപമാണ്. നിങ്ങൾ തിരുവല്ലം സൈഡിൽ നിന്നൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ പൂങ്കുളം ജംഗ്ഷൻ എത്തുന്നതിന് മുന്നേ തന്നെ ഒരു ജംഗ്ഷൻ ഉണ്ട്, അതായത് CGO കോംപ്ലക്സിൻ്റെ ബസ് സ്റ്റോപ്പൊക്കെ വരുന്ന ആ ഒരു ജംഗ്ഷൻ. ആ ജംഗ്ഷനിൽ നിന്ന് തന്നെ ഹോളി സ്പിരിറ്റ് സ്കൂളിന് അടുത്തൂടെ കാണുന്ന വഴി, അവിടെ നിന്ന് ഏകദേശം 100 മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയായി. ആ റോഡ് കുറച്ചൊന്ന് വരുമ്പോൾ തന്നെ ഫസ്റ്റ് കാണുന്ന ലെഫ്റ്റിൽ തിരിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇതുപോലൊരു ഗേറ്റ് കാണാം. ഈ ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയാണ് കാണാം കേട്ടോ. ഇതിനകത്ത് നിലവിൽ ഈ കാണുന്ന പോലെ 3 വീടുകൾ മാത്രമേ ആയിട്ടുള്ളൂ. ഈ വീടുകളെല്ലാം തന്നെ ഇതുപോലൊരു ട്രഡീഷണൽ രീതിയിലാണ്, ആ ഒരു ലുക്കിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. നമ്മുടെ ഈ പ്രോപ്പർട്ടി അതായത് ഈ വീടിൻ്റെ പണി കഴിഞ്ഞ് ഇപ്പോൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇതിൻ്റെ ഓണർ വന്നിട്ട് ഇപ്പോൾ അവർ UK റീലൊക്കേറ്റ് ആവുകയാണ്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ടാണ് ഇപ്പോൾ ഇത് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് കേട്ടോ. നമുക്കിതിൻ്റെ ബാക്കി ദൃശ്യങ്ങൾ കാണാം. നമുക്കിത് മുൻവശത്ത് അവിടെ ഒരു കാർ പാർക്കിംഗ് സ്പേസ് കിട്ടും. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ടൈലൊക്കെ നോക്കി, എല്ലാം തന്നെ ഒരു ട്രഡീഷണൽ ഇറ്റാലിയൻ രീതിയിലുള്ള ടൈലാണ് ഈ കാണുന്നതും. അതുപോലെ തന്നെ വീടിനകത്തെല്ലാം പാകിയിട്ടുള്ളതും. നമുക്കിവിടെ എല്ലാം ക്ലാഡിംഗ് ടൈലായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ലാറ്ററൈറ്റ് ആണ്, അതായത് കണ്ണൂരിൽ നിന്ന് കൊണ്ടുവന്ന ലാറ്ററൈറ്റ് സ്റ്റോണാണ് നമുക്കിത് ഈ കാണുന്ന ക്ലാഡിംഗ് ടൈലെല്ലാം വരുന്നത്. നമുക്ക് അത്യാവശ്യം നല്ല വലിയൊരു പൂമുഖം തന്നെയുണ്ട്. ഇവിടെയൊക്കെ വന്നിരിക്കാനുള്ള സൗകര്യമുണ്ട്. മുൻവശത്തുള്ള വാതിലെല്ലാം ചെയ്തിട്ടുള്ളത് തേക്കുംതടിയിലാണ്. 2 പാളികളിലായിട്ടാണ് നമുക്ക് ഈ ഡോർ ചെയ്തിട്ടുള്ളത്. ഡോർ തുറന്നിങ്ങനെ കയറുമ്പോഴത്തേക്കും ഈ ഭാഗത്തായിട്ട് നമ്മുടെ ലിവിങ് സ്പേസ് കാണാം. ഇവിടെ TV യൂണിറ്റ് എല്ലാം സെറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഭാഗത്തായിട്ട് ഡൈനിങ് ഏരിയ വരും. ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു പൂജാമുറിയൊക്കെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇതെങ്ങനെയാ വെച്ചാൽ ഇവർ താമസിക്കാൻ വേണ്ടി ഇതിനകത്ത് കാണുന്ന ഫർണിച്ചറും കാര്യങ്ങളും എല്ലാം ഓൾറെഡി വാങ്ങിയിട്ടിട്ടുണ്ട്. അതെല്ലാം ഉൾപ്പെടെയാണ് നമ്മളിന്ന് വില പറയാൻ പോകുന്നത്. നിങ്ങളിപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയുടെ വേറൊരു ഹൈലൈറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ കോവളം ബീച്ചിൽ നിന്നെല്ലാം വളരെ അടുത്താണ്. കോവളം ബീച്ചിൽ നിന്ന് ഏകദേശം 4 കിലോമീറ്ററേ ഉള്ളൂ. നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൽ ജനലൊക്കെ തുറന്നിട്ട് കടൽ കാണാൻ പറ്റുന്ന രീതിയിൽ വിഷ്വൽസ് വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ഏറ്റവും മേളിലാണെങ്കിൽ കടൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ വിസിനിറ്റിയിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഒരു Airbnb ആയിട്ടോ അല്ലെങ്കിൽ ഹോം സ്റ്റേ ആയിട്ടോ ഒക്കെ ഈ പ്രോപ്പർട്ടി വാടകയ്ക്ക് കൊടുക്കാൻ പറ്റും. ഡെയിലി റെന്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സാധ്യതയുള്ള ഒരു ലൊക്കേഷനാണ്. കിച്ചണൊക്കെ നോക്കി എല്ലാ കാര്യങ്ങളും ഫുള്ളി ഇക്വിപ്ഡ് ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇതിൽ കാണുന്ന ഫർണിച്ചറും ഹോം അപ്ലയൻസസും എല്ലാം ഉൾപ്പെടെ ചേർത്ത് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും. പിൻവശത്തേക്ക് നമുക്ക് അത്യാവശ്യം ഇറങ്ങി നിൽക്കാവുന്ന രീതിയിൽ നല്ലൊരു സ്പേസ് കിട്ടുന്നുണ്ട്. നമ്മുടെ ഈ തറയിൽ പായിരിക്കുന്ന ടൈല് വന്നിട്ട് ശരിക്കും ഒരു പ്രീമിയം ടൈലാണ്. എങ്ങനെയാ വെച്ചാൽ സ്ക്വയർ ഫീറ്റിന് ഏകദേശം 130 രൂപയ്ക്ക് മേളിലേക്ക് വില വരുന്ന രീതിയിലുള്ള ടൈലാണ് കേട്ടോ. ഇതാണ് നമ്മുടെ താഴത്തെ നിലയിലെ ബെഡ്റൂം. എല്ലാ റൂമുകളിലും ഇതുപോലെ കബോർഡെല്ലാം ഓൾറെഡി വാങ്ങി വെച്ചിട്ടുണ്ട്. അതുപോലെ കട്ടിലെല്ലാം ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. നമ്മുടെ ഈ സ്റ്റേഴ്സിൻ്റെ റെയിലിംഗ് എല്ലാം തന്നെ ഇതുപോലെ വുഡിലാണ് ചെയ്തിട്ടുള്ളത്. എല്ലാം ഒരു ട്രഡീഷണൽ ഡിസൈനിന് അതിനോട് അത് കീപ്പ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ആ ഡിസൈൻ എല്ലാം തന്നെ ചെയ്തിട്ടുള്ളത് കേട്ടോ. മേളത്തെ നിലയിൽ നമുക്ക് ഈ കാണുന്ന പോലെ ഒരു കോമൺ സ്പേസ് ഉണ്ട്. 2 അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള വലിയ ബെഡ്റൂംസ് ഉണ്ട്. ബെഡ്റൂമിൽ ഇതുപോലെ ഫർണിച്ചർ എല്ലാം ഓൾറെഡി അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതുപോലെ ഇതൊരു ചെറിയൊരു ഹോം സ്റ്റേയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കണമെന്നുണ്ടെങ്കിൽ ഫർണിച്ചർ എല്ലാം ഓൾറെഡി ഉണ്ട്. നിങ്ങൾക്ക് ഇതങ്ങ് റൺ ചെയ്താൽ മതി കേട്ടോ. ആ രീതിയിലാണ് പ്രോപ്പർട്ടി. ഈ ഭാഗത്തായിട്ട് നമുക്ക് അടുത്തൊരു ബെഡ്റൂം കാണാം. ഇവിടെയൊക്കെ ഇതുപോലെ കുറേ പെയിൻറ്റിങ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. ഇതാണ് അടുത്തൊരു ബെഡ്റൂം. ഈ റൂമിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഓപ്പൺ ചെയ്താൽ നമുക്ക് കടൽ കാണാം കേട്ടോ. ആ മരങ്ങൾക്കിടയിലൂടെ ഒരു ബ്ലൂ കളർ കാണുന്നതുണ്ടോ, അത് വന്നിട്ട് കടലാണ്. ആ രീതിയിൽ ആണ് നമ്മുടെ വിസിബിലിറ്റി വരുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. നമ്മുടെ ടെറസിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇത് നോക്കിയാൽ പ്രഷർ പമ്പൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളത്തിന് നമുക്ക് പ്രഷറിന് ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടില്ല. നമുക്കിവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെറസിൽ നിന്നുള്ള വ്യൂ ഇങ്ങനെയാണ്. തൊട്ടടുത്തായിട്ട് കാണുന്നത് കടലാണ് കേട്ടോ. നമുക്കിവിടെ നിന്ന് ഏകദേശം ആ ഒരു കോവളം ബീച്ചിൻ്റെ ആ ഒരു സൈഡിലോട്ടൊക്കെ വ്യൂ കിട്ടുന്ന രീതിയിലാണ് പ്രോപ്പർട്ടി ഉള്ളത്. ഇതാണ് നമ്മുടെ ബാൽക്കണി സ്പേസ്. നോക്കിയേ, അടിപൊളിയല്ലേ. ഇവിടെ ഇങ്ങനെ വന്നിരുന്ന് റിലാക്സ് ചെയ്യാൻ ഭയങ്കര രസമാണ്. നമുക്ക് ചുറ്റുവട്ടമൊക്കെ ഇങ്ങനെ കണ്ട് ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാലും കടൽ കാണാം, നല്ല കാറ്റ്, നല്ല പീസ്ഫുൾ ആയിട്ടുള്ള അന്തരീക്ഷം. ആ രീതിയിലാണ് പ്രോപ്പർട്ടി. താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ചോ. നമുക്കിതിന് ഉദ്ദേശിക്കുന്ന വില 4 സെൻറ്റിൽ 2100 സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ്. നമുക്ക് തിരുവല്ല സൈഡിൽ നിന്നോ അല്ലെങ്കിൽ അവിടെ നിന്നൊക്കെ വളരെ പെട്ടെന്ന് എത്താം. കോവളം ബീച്ച് തന്നെ നമുക്കിവിടെ ഏകദേശം 4 കിലോമീറ്ററേ ഉള്ളൂ. മെയിൻ റോഡിലേക്ക്, അതായത് നമ്മുടെ പൂങ്കുളമൊക്കെ പോകുന്ന ആ ഒരു മെയിൻ റോഡ് CGO ബസ് സ്റ്റോപ്പിലേക്ക് ഏകദേശം 80-85 മീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ. താല്പര്യമുള്ളവർ നേരിട്ട് വിളിച്ചോ. ഉദ്ദേശിക്കുന്ന വില ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷന് സാധ്യതയുണ്ട്.